ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇതാണോ എൻ്റെ കോസ്റ്റ്യൂം കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടിപറ്റിയായിരിക്കും. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ലിത്വേനിയയിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിലോട്ടാണ് ആ പരിപാടി നടക്കുന്ന സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫുൾ കണ്ടന്റ്. അപ്പോൾ അതിൽ കാണാം. പരിപാടി നടത്തുന്ന ഓട്ടോടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഓട്ടോടത്തിലേക്ക് കേൾക്കുകയാണ് അടുത്ത പരിപാടി. എന്നിട്ട് നമ്മുടെ വില എന്താണ് മലയാളി മങ്കിയൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഉണ്ട്. പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരിപാടി നടക്കുന്ന സ്പോട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പൊ കുളങ്ങരയുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുളങ്ങരയിൽ പങ്കെടുക്കുന്നവരുടെ പേര് നമ്മളിപ്പോ വിളിക്കുന്നതാണ്. കുളങ്ങര മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പേര് വിളിക്കുകയാണ്. അവരെല്ലാവരും മുമ്പോട്ട് കടന്നു വരേണ്ടതാണ്. അവരത് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മുടെ മ്യൂസിക് സ്റ്റോപ്പ് ആകുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഉണ്ടാവുമല്ലോ. കാരണം 4 കൺട്രികളുണ്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. കാരണം വലിയൊരു ക്രൗഡ് ഉണ്ട് നമുക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കര, കുളം, കര, കുളം, കുളം, കര, കര, കുളം. അപ്പൊ എല്ലാം റെഡിയല്ലേ? അപ്പൊ നിങ്ങളെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാണ്. 1 2 3. ഇഷ്ടമുള്ള കൺട്രീസ് പോയി നിൽക്കാം. എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. പോകണം നിർബന്ധമില്ല. നിങ്ങൾ സ്ഥലത്ത് നിൽക്കാം. എന്ത് വേണമെന്നില്ല. ഓക്കെ, മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയാണ് അവിടെ നിൽക്കുക. അങ്ങനെ ഊണിലുള്ള സമയമായിട്ടുണ്ട്. ഊണ് മൊത്തം വിളമ്പി തുടങ്ങിയാണ് ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെ. ഇപ്പോൾ എല്ലാവരും
ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം നമുക്ക് ഓണസദ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്ന് ഓണപ്പരിപാടിയുടെ കിച്ചൺ പരിപാടിയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണിലേക്കാണ്. അപ്പോൾ അതാണ് രാത്രി ഇപ്പം സമയം ഇവിടെ ഒരു 12 മണിയായി. എന്നാലും കുറേ പേര് ആ ഒരു പരിപാടിയുടെ പുറയിലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതൊന്നും കാണിച്ചിട്ടുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ അവിടോട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അതെ അങ്ങനെ ഒരു സൈഡിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡിൽ കൂടെ അടുത്ത പരിപാടിക്ക് വേണ്ടിയുള്ള ബലൂണൊക്കെ വീർപ്പിച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫ്താബാണ് സുന്ദരിക്ക് പൊട്ടുകളാണ് പോകുന്നത്. അതാണ് ഞാൻ ലക്ഷ്യസ്ഥാനം നോക്കിയാണത്. അതത് ഇടിച്ച് മറിച്ചിടുകയാണ് അതിനെ. എല്ലാവരും കൈയടിച്ചേ. അത് സൈഡിൽ വെടിയുണ്ട കൊണ്ട പോലെ സൈഡിലാണ് തിരിയുന്നത്. ഒരു കൈ ഉപയോഗിക്കാം, മറ്റു കൈ വെച്ച് തപ്പരുത്. അതിന് നമ്മൾ കാത്തിരുന്ന ഈ പരിപാടികളുടെ ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മെയിൻ ആവേശമായിട്ടുള്ള വടംവലി മത്സരമാണ് ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ എല്ലാവരും കാത്തിരുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഏകദേശം 10 ടീം മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ഗേൾസ് ടീമും അതുകൂടാതെ 8 ബോയ്സ് ടീംസുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വടംവലി മൊത്തം കാണാം. അപ്പോൾ ആൾക്കാർ നമ്മുടെ സംഘാടകർ എല്ലാവരും അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രയൽ മാത്രമാണ്. ഓക്കെ, അപ്പം സെൻട്രൽ റഫറി 2 കുട്ടിമാരോട് ചോദിക്കും റെഡിയാണെന്ന്. അതിനുശേഷം ആദ്യ വിസിൽ അടിക്കും. ആദ്യ വിസിൽ ടേക്ക് ദ റോപ്പ് എന്നായിരിക്കും പറയുക. റോപ്പ് എടുക്കുക. സെക്കൻഡ് വിസിൽ ടൈറ്റ് ദ റോപ്പ് ജസ്റ്റ് ടൈറ്റ് ആക്കുക. തേർഡ് വിസിലാണ് ഇത് വലിക്കാൻ തുടങ്ങുക. അപ്പം എല്ലാവരോടും വിസിലിനാകും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ടേക്ക് മാത്രം, ആരും ടൈറ്റ് ആക്കരുത്. ടൈറ്റ് ചെയ്യുമ്പോൾ ചെറിയ തോതിലുള്ള വലികളുണ്ടാവും. പക്ഷെ അന്തിലേക്ക് വലിച്ചാലും 2 സൈഡിലേക്ക് പോകരുത്. ജസ്റ്റ് ടൈറ്റ്. ഓക്കെ, ഇതേപോലെ ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. റോപ്പ് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആവേശകരമായ
ആവേശകരമായ അധോലോകത്തിന്റെ രാജാക്കന്മാരെ ഇതാ വളരെ പെട്ടെന്ന് മത്സരത്തിൽ ഒന്നാം സെറ്റ് വിജയിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു പടയോട്ടവേദി ആവേശകരമായ വീണ്ടും അതിമനോഹരമായ രണ്ടാം സെറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് ഈ വടംവലിയിലും അവർ അതിഗംഭീരമായി ഇത്രയും നല്ലൊരു സദ്യ ഒരുക്കി തന്നത് അപ്പൊ അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം മെഡൽ കൊടുക്കുന്നത് നമ്മുടെ തരണം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ആസ്തയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തന്റെ ബാലൻസിംഗ് കഴിവുകൊണ്ട് സ്പൂൺ റേസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അജയ്.
അടിപൊളി ഒരു പരിപാടിയായിരുന്നു. ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു കിടുക്കാച്ചി പരിപാടിയാണ് KMC ഓർഗനൈസ് ചെയ്തത്. എന്തുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പിള്ളേർക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലിത്വേനിയിൽ നിന്ന് എല്ലാവരും കൂടെ കൂടുന്ന ഒരു അടിപൊളി ഒരു ഗ്യാതറിംഗ് ആയിരുന്നു, സെറ്റായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. സൈനിങ് ഔട്ട്.